ഹലോ. ഇന്ന് ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോവാണ് ട്ടോ. ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ രാവിലത്തെ കുട്ടി കുട്ടി ജോലീസും ഉച്ചത്തെ കുട്ടി കുട്ടി ജോലീസൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ടൈം ആയപ്പോഴാട്ടോ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പിള്ളേരോട് ചോദിച്ചായിരുന്നു വരണ്ടോന്ന്. അപ്പോൾ അവർ വന്നില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇവിടെ കയ്യോടെ വീടൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാണ് കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ തൊട്ടടുത്താണ് കേട്ടോ വീട്. ഒരു 1.5 2 കിലോമീറ്റർ ഉണ്ടാവും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പോണത് ഈ ടൂ വീലറേലാണ്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്തെ എനിക്ക് വണ്ടി ചെറുതായിട്ട് ഒരു പണിയൊക്കെ തന്നായിരുന്നു കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ അത് സ്റ്റാർട്ട് പിന്നെ ആവണ്ടായിരുന്നില്ല. കുറച്ച് നേരം നമ്മൾ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായി വന്നായിരുന്നു കേട്ടോ. കാരണം ഇത് നമ്മളങ്ങനെ എടുക്കാറൊന്നുമില്ല. ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലേക്ക് വന്ന വ്യൂ എന്നൊക്കെ പറയുന്നത് നല്ല ഭംഗിയാട്ടോ. ഒരു തനി ഗ്രാമീണ പ്രദേശമാണ്. അപ്പോൾ ഞാനത് പണ്ടിങ്ങനെ വണ്ടിയിലിങ്ങനെ വന്നപ്പോൾ ഞാൻ എടുത്തു വെച്ചായിരുന്നു. പിന്നെ നമ്മളത് ഡിലീറ്റ് ആക്കി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോയൊക്കെ ഞാൻ പിന്നെ എടുക്കാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ വാപ്പായും ഉമ്മായും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു കാന്താരി മുളക് ഉണ്ട് കേട്ടോ. നിറച്ച്, അതായത് വെള്ളക്കാന്താരിയാണ്. അത് നമ്മളെല്ലാവരെയും ആകർഷിക്കും. അതുകൊണ്ട് കുറേ ഉണ്ടായിരുന്നു, നിറച്ച് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അത് കുറേ പഴുത്തൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറിച്ചെടുക്കാൻ കേട്ടോ എൻ്റെ ആവശ്യം. പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഞാൻ വന്നപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉമ്മ അവിടെ ഇവിടെയൊക്കെ നട്ടു വയ്ക്കുകയാണ്. ഉമ്മക്ക് ഈ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നട്ടു വെച്ചേക്കാം കേട്ടോ. കാട് പിടിച്ചിട്ടുണ്ട്. അതൊന്ന് വെട്ടി ഒതുക്കാൻ പറഞ്ഞ ആളങ്ങനെ വെട്ടി ഒതുക്കാറൊന്നും. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഉമ്മാക്ക് കൊടുക്കും. പിന്നെ ഉമ്മയുടെ കയ്യിലുള്ള, എൻ്റെ കയ്യിലില്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ഉമ്മയുടെ കയ്യിലുണ്ടാവും. അതൊക്കെ പറിച്ചെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ മൊത്തത്തിൽ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ഓവറോൾ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിലവിൽ മുറ്റത്ത് ഉമ്മ ദേ ഇതുപോലെയൊക്കെ ആട്ടോ നട്ടു പിടിപ്പിച്ചിരിക്കുന്നത്. ദേ ഇത് ഇവിടുത്തെ പൂച്ചയാണ് ട്ടോ. ഇവിടെ കുറേ പൂച്ചകളുണ്ട്. എന്നെപ്പോലെ ഭയങ്കര പൂച്ച സ്നേഹിയാട്ടോ ഉമ്മായും. പിന്നെ അതേ എൻ്റെ കയ്യിലില്ലാത്ത ഒത്തിരി പുതിയ ചെടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയത് എവിടുന്നാ പറിച്ചതെന്നൊക്കെ എന്നോട് ഇങ്ങനെ ഇരുന്ന ആൾ പറയായിരുന്നു കേട്ടോ. പിന്നെ അതേ എന്നെ വിളിച്ച് കാണിക്കുകയാണ് പുതിയ ചെടികളൊക്കെ വന്നത് എന്നൊക്കെ ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത്, എൻ്റെ കയ്യിലില്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് അട്രാക്ഷൻ തോന്നൂല. അപ്പോൾ ഞാൻ ഉമ്മയുടെ പുറകെ നടന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കാണായിരുന്നു. നിൽക്കുന്നത് ചെറിയ ജമന്തിയാണ്, നല്ല കട്ട പൂവുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ച് തരാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സും ഈ ചട്ടികളിലാട്ടോ നിൽക്കുന്നത്. ഈ ചട്ടികളിൽ പ്ലാന്റ്സ് വെക്കുമ്പോൾ ഒത്തിരി ബേബി പ്ലാന്റ്സ് ഒന്നും വരില്ല. എൻ്റെ കയ്യിലുള്ളത് ഒട്ടുമിക്കതും മദർ പ്ലാന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതും ഉണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ചെടികളിലൊക്കെ ഇങ്ങനെ ബേബി പ്ലാന്റ്സ് ഒക്കെ വരും കേട്ടോ. ഉമ്മ ഈ മണ്ണിൽ വെക്കുന്നത് കൊണ്ട് ഒത്തിരി ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതേ സി പ്ലാന്റ് ഒക്കെ സൺലൈറ്റിൻ്റെ നേരെ കൊണ്ടുവന്ന് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു അത് ഇൻഡോർ പ്ലാന്റ് ആണ്, അതിങ്ങനെ വെക്കല്ലേ, ചീത്തയാവും എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കൊമ്പൊക്കെ എനിക്ക് ഒടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റോസിൻ്റെ ഒക്കെ ഒത്തിരി കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റോസൊക്കെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയാലും എനിക്കതങ്ങനെ പിടിച്ച് കിട്ടാറില്ല കേട്ടോ. കാരണം എനിക്കവിടെ വെക്കാനും വലിയ കാര്യമായിട്ട് സ്ഥലമൊന്നുമില്ല. റോസയുടെ തണ്ടൊക്കെ തട്ടിയിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതിലൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്യാൻ. അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് റോസയുടെ തൈയൊന്നും കൊണ്ടൊന്നും അങ്ങനെ വയ്ക്കാറില്ല കേട്ടോ. പിന്നെ ഒത്തിരി വെജിറ്റബിൾസിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഗ്രോ ബാഗ്, അതായത് ചാക്കിലൊക്കെ ഇങ്ങനെ മണ്ണ് നിറച്ച് വെച്ച് പച്ചക്കറികൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അനാറില്ലേ, അനാറിൻ്റെ തൈയാണ് കേട്ടോ. മാതള നാരങ്ങ പ്രോംഗ്രാനൈറ്റ് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ ഉണ്ടാവണ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒത്തിരി തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് പൊതുവെ മാതള നാരങ്ങ ഉണ്ടായി കിടക്കാറ്. ഇത് പണ്ടത്തെ ഞങ്ങളുടെ പഴയ വീട്ടിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അന്ന് അവിടെ ഡയറക്റ്റ് മണ്ണിൽ വെച്ചതാണ്. ആ ടൈമിൽ കുറച്ച് മാതള നാരങ്ങ ചെറിയതായിട്ടുണ്ടായി കേട്ടോ. പിന്നെ അത് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ ദേ അത് ഡപ്പയ്ക്കകത്ത് ഇപ്പോൾ ഇങ്ങനെ വച്ചേക്കാം കേട്ടോ. ഇതിലുണ്ടാവുമെന്ന് എനിക്കിപ്പോൾ തന്നെ സംശയമാണ്. ഡയറക്റ്റ് മണ്ണിൽ വെക്കുകയാണെങ്കിൽ മാതള നാരങ്ങ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മതിലിൻ്റെ അകത്ത് വെച്ചേക്കുന്നത് ഇതൊക്കെയാണ്. പിന്നെ പുറത്ത് വേറെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റംബൂട്ടാൻ, മംഗോസ്റ്റീൻ, അങ്ങനെ കുറേ ഫ്രൂട്ട്സുകളൊക്കെ പുതുതായിട്ട് കൊണ്ടുവന്ന് കുറേ വെച്ചിട്ടുണ്ട് ഉമ്മ. പിന്നെ കുറേ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അതൊന്നും ഇങ്ങനെ ചാക്കിലും ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് നിർത്തിയേക്കാണ്. പിന്നെ എന്നെ ഇവിടെ കൂടുതൽ ആകർഷിച്ചത് ഈ വെജിറ്റബിളാണ് കേട്ടോ. ഇത് നമ്മുടെ നാടുകളിലൊക്കെ റെയറാണ്, ബീൻസാണ് കേട്ടോ. അപ്പോൾ അതിന് ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കുറേ പച്ചമുളകിൻ്റെ തൈകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതിങ്ങനെ ഉണ്ടായിട്ട് ഇതിങ്ങനെ കായ്ക്കനികൾ ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും സമാധാനമാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വന്ന പാടെ ഇതൊക്കെ ഇങ്ങനെ നോക്കിയെടുക്കാമായിരുന്നു കേട്ടോ, നോക്കി കാണുമായിരുന്നു. പിന്നെ ഉമ്മ കുറേ പുതിയ ചെടികളൊക്കെ പോയപ്പോൾ മേടിച്ചതല്ല, എവിടെയെങ്കിലുമൊക്കെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ഒടിച്ചു കൊണ്ടുവന്ന ചെടികളൊക്കെ എന്നെ ഇങ്ങനെ കാണിച്ച് തരാമായിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കണ്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ മെയിൻ പരിപാടി സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ മിസ്സാവുന്നത് ഈ ഫുഡാണ് കേട്ടോ. അപ്പം നമ്മൾ ചെന്നപ്പോൾ ഉമ്മ ചിക്കൻ കറിയും ചീരത്തോരനും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ ഉണ്ടല്ലോ പൂച്ചകൾ എന്നെ വിടുന്നുണ്ടായിരുന്നില്ല. അവറ്റകളിങ്ങനെ കാലിൻ്റെ ചോട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ ഫുഡിനായിട്ട് കിടന്ന് ഇങ്ങനെ കരയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഈ പൂച്ചകളെ കണ്ടപ്പോൾ. കാരണം അതിൻ്റെ അമ്മ ഈ കഴിഞ്ഞ ദിവസം ചത്തുപോയി. അപ്പോൾ ഇങ്ങനെ 3 കുഞ്ഞുങ്ങൾ ഇങ്ങനെ അനാഥകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അതായത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് കുറച്ച് അതിന് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ കത്തിയടിക്കലൊക്കെ തന്നെയായിരുന്നു. പിന്നെ ദേ ഈ കസേര ഉണ്ടോ, ഇത് ഞങ്ങൾ ചെറുപ്പത്തിലേ ഉള്ളൊരു കസേരയാണ് കേട്ടോ. ഈ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ എന്തോ രാജകീയമായ കസേരയിൽ ഇരുന്ന് കറങ്ങണ ഒരു പ്രതീതിയാണ് കേട്ടോ എനിക്ക്. പണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ വാപ്പ മേടിച്ച കസേരയാണ് കേട്ടോ. അന്ന് കുഷ്യനൊക്കെ ഇട്ട് ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇത് കയറി ഇങ്ങനെ ആടുമായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു കസേരയായിരുന്നു. എന്നിട്ട് ഇപ്പം അതിൻ്റെ കുഷ്യനൊക്കെ പോയിട്ട് ഉമ്മ അതേ ഇവിടെ ഈ കിച്ചണിലേക്ക് എടുത്തിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതേ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഉമ്മ പറഞ്ഞു ചേനയുണ്ട്, ചേന പറിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് പറിക്കാമെന്നൊക്കെ പറഞ്ഞ് ഉമ്മയുടെ കൂടെ പോയി ചേനയൊക്കെ പറിക്കാൻ കേട്ടോ. ഉമ്മ അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് അത് തോരൻ വെക്കാന്നൊക്കെ ഇങ്ങനെ ഇരുന്ന്. പിന്നെ ആ ചേനയുടെ ചോട്ടിലുണ്ടായിരുന്ന പുല്ലൊക്കെ ഉമ്മ അരിവാള് വെച്ചിട്ട് ഇങ്ങനെ ചെത്തി കളയുന്നുണ്ടായിരുന്നു കേട്ടോ. പുല്ലൊക്കെ ചെത്തി ആ മണ്ണൊക്കെ ആ സൈഡിൽ നിന്ന്, അതായത് ചേനയുടെ ചോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ തടാവി സൈഡിലേക്ക് മാറ്റിയാലാണ് അത് നന്നായിട്ട് കുഴിച്ചെടുക്കാൻ, അതായത് കുഴിച്ച് അതിൻ്റെ ചേന ഒട്ടും പൊട്ടാണ്ട് കിട്ടും. പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒരു ഉണക്കക്കമ്പ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉണങ്ങിയ പ്ലാവിൻ്റെ കമ്പായിരുന്നു. അപ്പം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് പിടിച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ചേനയ്ക്കായിട്ട് കിളയ്ക്കാൻ തുടങ്ങി. പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഉമ്മ മാറിയിരുന്നു, ബാക്കിയുള്ള പരിപാടികൾ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഉമ്മനെ മാറ്റി അങ്ങോട്ട് നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് കിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മണ്ണൊക്കെ ഇങ്ങനെ സൈഡിലേക്ക്, അതായത് ചേനയുടെ ചുറ്റും ഇങ്ങനെ സൈഡിലേക്ക് മണ്ണങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഒരു ചെറിയ കുഴി പോലെ ആക്കി വയ്ക്കും. എന്നിട്ടാണ് പിന്നെ ആഴത്തിൽ ഇങ്ങനെ കൊത്തിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊത്തിയിട്ടുണ്ടെങ്കിൽ ചേന പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ കൊത്തി അവസാനം ചേനയ്ക്ക് കൊത്ത് കിട്ടി അത് പൊട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയാണെങ്കിൽ അവിടെ നിന്ന് അവിടെ കൊത്തടി ഇവിടെ കൊത്തടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ ചേനയ്ക്ക് പ്രത്യേക സമയം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ ചേന കുഴിയിൽ നിന്ന് പറിച്ച് കഴിഞ്ഞാൽ ആ കുഴിയിൽ അന്ന് തന്നെ ഉമ്മ ചേനയുടെ ഒരു ചെറിയ തൈ അവിടെ ചെറിയ കിഴങ്ങുണ്ടാവുമല്ലോ, അത് ഒന്നല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ പറിച്ചിടും, അല്ലെങ്കിൽ വേറെ കയ്യിലുണ്ടെങ്കിൽ ആ കുഴിയിൽ വയ്ക്കും. പിന്നെ അത് പറിക്കുന്ന, അതായത് അടുത്ത വർഷം ഈ ടൈം ആകുമ്പോഴത്തേക്കും അത് ചേനയായിട്ടുണ്ടാവും. പിന്നെ അത് പോയി പറിച്ചെടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കൃഷി രീതികൾ. അതായത് പിന്നെ നമ്മൾ ആ ഒരു കൃഷി ചെയ്യാനായിട്ടുള്ള സമയം അവിടെ കൊടുക്കേണ്ടി വരുന്നില്ല. നമ്മളിപ്പോൾ പറിക്കുമ്പോൾ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു കുഴി ഉണ്ടല്ലോ, ആ കുഴിയിൽ തന്നെ ഒരു കിഴങ്ങ് അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ എന്നോട് പറയുമായിരുന്നു അതിലൊരു എക്സ്ട്രാ കിഴങ്ങ് ഉണ്ടോടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പം അതിലിപ്പോൾ പറിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഉമ്മ വന്നിട്ട് വേറൊരു കിഴങ്ങ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അവിടെ നട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറിച്ച ചേന ഏകദേശം ഒരു 6-7 കിലോത്തോളം ഉണ്ടാവും കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നിറച്ച് വേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു അരിവാൾ എനിക്ക് എടുത്ത് തന്നിട്ട് ആ വേരൊക്കെ അങ്ങോട്ട് ചെത്തിക്കളയടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആ വേരും മണ്ണൊക്കെ ആ അരിവാൾ വെച്ചിട്ട് തോണ്ടിക്കളയാണ് കേട്ടോ. ഇത് താഴെ ഒരു ചെറിയൊരു തോടുണ്ട് കേട്ടോ. ആ തോട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകാന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള മണ്ണും വേരുകളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ടൈം കൊണ്ട് ഉമ്മ വീട്ടിൽ പോയിട്ട് ചേന വിത്ത് എടുത്തുകൊണ്ട് വരാണ് കേട്ടോ. അതായത് കഴിഞ്ഞ വർഷം ഇതുപോലെ പറിച്ച ചേന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻ ഉമ്മ വിത്തായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വളവും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വളം എന്ന് പറയുന്നത് ആട്ടിൻകാഷ്ടം, അതായത് ഉണങ്ങിയ ആട്ടിൻകാഷ്ടവും അതുപോലെ തന്നെ ചവറിൻ്റെ വേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത മിശ്രിതം ആ കുഴിയിലേക്ക് ഇട്ടിട്ട് ആ ചേന വെച്ച് മണ്ണിട്ട് മൂടാണ് കേട്ടോ. അപ്പോൾ ഇനി അത് വേറെ വളപ്രയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേ ഉമ്മ പറഞ്ഞത് ഇവിടെ കുറച്ച് മുരിങ്ങയില പറിക്കാനുണ്ട്, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി പറിച്ചോളാനൊക്കെ പറഞ്ഞു. വന്നിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് മുരിങ്ങയിലൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു വാഴയിൽ ഇങ്ങനെ വവ്വാല് തൂങ്ങിക്കിടന്ന് ആടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിന്നിട്ട് അതിന് പേടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മളിതേ ചേനയൊക്കെ എടുത്ത് ഉമ്മ കഴുകാനായിട്ട് തോട്ടിയിട്ടൊക്കെ കൊണ്ടുപോവാണ്. പിന്നെ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വ്ളോഗുമായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ, സീ യു.